നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. വൻ നഷ്ടത്തിൽ കൂപ്പുകുത്തിയ എക്സാലോജിക് പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒരു കുതിപ്പായിരുന്നു. അതെങ്ങനെ സാധിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. വീണയും കമ്പനിയും പിണറായി സർക്കാരിന്റെ തണലിലാണ് വളർന്നതെന്നും മകളുടെ സ്ഥാപനം വളർത്താൻ മുഖ്യമന്ത്രി എന്ന തന്റെ പദവി അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ടെന്നും വാദം മുറുകുന്നു. അച്ഛന്റെ പ്രിവിലേജ് മകൾ ആവോളം ഉപയോഗിച്ചിട്ടുണ്ട്. സർക്കാർ പദ്ധതികളിൽ പലതും ടെൻഡർ പോലും വിളിക്കാതെ എക്സാലോജിക്കിന് മറിഞ്ഞു. വലിയ പ്രവൃത്തി പരിചയം പോലും ഇല്ലാത്ത കമ്പനിക്ക് വൻകിട പദ്ധതികൾ പോയ വഴിയും കേന്ദ്ര ഏജൻസി അന്വേഷിക്കും. അങ്ങനെ വരുമ്പോൾ എക്സാലോജിക്കിന്റെ വാലറ്റത്ത് സർക്കാരും പാർട്ടിയും കുടുങ്ങും. ആദായനികുതി വകുപ്പിന് CMRL സമർപ്പിച്ച കണക്ക് പ്രകാരം 2016 മാർച്ച് 31 ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിരുന്ന കമ്പനി 2023 മാർച്ച് 31 7,336.82 ലക്ഷം രൂപയുടെ അറ്റാദായം നേടി. ഈ ബിസിനസ് വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങളാണ് SFIO പരിശോധിക്കുന്നതെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വക്താക്കൾ പറഞ്ഞു. CMRLലെ റെയ്ഡ് അതിനിർണായകമാണ്. സംസ്ഥാന സർക്കാർ ഭരണ തണലിലാണ് ഈ നേട്ടങ്ങൾ കർത്തയുടെ കമ്പനി ഉണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ബംഗളൂരു, ചെന്നൈ റീജിയണൽ ഓഫീസുകളാണ് കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത്. ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറിയത്. എക്സാലോജിക്കുമായി ഇടപാടുകൾ നടത്തിയ CMRL കമ്പനിയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ SFIOയുടെ റെയ്ഡിൽ കിട്ടിയത് നിർണായക രേഖകളും പരസ്പര വിരുദ്ധ മൊഴികളുമാണ്. ഇതെല്ലാം വിലയിരുത്തി SFIO അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. പിടിച്ചെടുത്ത രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കും. വീഴ്ചകൾ തെളിഞ്ഞാൽ അവരും കേസെടുക്കും. മാസപ്പടിയിൽ അന്വേഷണത്തിൽ വീണയെയും CMRL ഡയറക്ടർമാരെയും ചോദ്യം ചെയ്യാൻ സാധ്യതയേറെയാണ്. റെയ്ഡ് വീണ്ടും തുടരുമെന്നാണ് വിവരങ്ങൾ. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിശോധന വൈകിട്ട് 3 വരെ നീണ്ടുനിന്നിരുന്നു. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. പരിശോധന സമയത്ത് ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി. വീണയുടെ കമ്പനിയുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ച് ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. രേഖകളും ശേഖരിച്ചതായാണ് വിവരങ്ങൾ. IT സേവനത്തിന്റെ പേരിൽ 1.72 കോടി രൂപ CMRL വീണയുടെ കമ്പനിക്ക് നൽകിയതാണ് വിവാദമായത്. കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കാക്കി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് SFIOയ്ക്ക് അന്വേഷണം കൈമാറിയത്. SFIO റെയ്ഡിനെത്തിയപ്പോൾ ED ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. 5.5 മണിക്കൂർ സമയം SFIO സംഘം CMRLൽ ഉണ്ടായിരുന്നു. വൈകാതെ വീണ വിജയന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്നാണ് വിവരങ്ങൾ. സേവനമൊന്നും നൽകാതെ എക്സാലോജിക് കമ്പനി CMRLൽ പണം നൽകിയത് എന്തിനാണെന്ന ചോദ്യമാണ് പരിശോധിക്കുന്നത്. പരാതിയിൽ അന്വേഷണം നടത്താൻ 8 മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഒന്നിലേറെ കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള അന്വേഷണ വിദഗ്ധരെ ഉൾപ്പെടുത്തി 12 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. CMRL, എക്സാലോജിക്, KSIDC എന്നിവയ്ക്ക് പറയാനുള്ളത് രേഖപ്പെടുത്തുന്ന നടപടിയാണ് SFIO ആരംഭിച്ചിരിക്കുന്നത്. ആദായനികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ CMRL കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസറും മറ്റ് ജീവനക്കാരും നൽകിയ മൊഴികളിലെ വസ്തുതകൾ അന്വേഷണത്തിന് മുന്നോടിയായി SFIO ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധന കമ്പനിയുടെ ആലുവയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, മുപ്പത്തടത്തെ ഫാക്ടറി എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം നടത്തിയത്. CMRL ഉടമ കർത്തയെയും ചോദ്യം ചെയ്യും. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അറസ്റ്റിലേക്ക് കടക്കൂ.